ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം പടത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട? അപർണ ബാലമുരളി അന്ന് നമ്മള് കോമ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട? അപ്പൊ നമ്മൾ ഇന്ന് പടം കണ്ടു. ട്രെയിലർ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഒരുമിച്ച് പോയി കണ്ട് അതിന്റെ അഭിപ്രായം നമ്മൾ ഷെയർ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പടം FD ഹൗസ് ആണ് കാണുന്നത്. അത്യാവശ്യം ഹൗസ്ഫുൾ ആയിരുന്നു പടം. തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ പടം കാണുന്നത്. അപ്പൊ ദിൻജിത്ത് ചേട്ടൻ സംവിധാനം ചെയ്ത പടമാണ്, ആദ്യത്തെ പടമാണ്. ജോബി ജോർജ് പ്രൊഡ്യൂസർ, ബാഹുൽ രമേശ് കേട്ടോ റൈറ്റർ, സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രാഫർ. ഈ ചങ്ങാതിനൊന്നും അമിച്ചേട്ടോ, കാരണം കാടുണ്ടല്ലോ എടുത്തിട്ടുണ്ട്. അതിൽ കുരങ്ങന്മാരുടെ സീനുകളൊക്കെ ഉണ്ട്. മോളിന്നൊക്കെ ക്യാമറ വെച്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ശരിക്കും. നമ്മള് കാട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന ഫീൽ കിട്ടും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാഹുൽ രമേശ് ചേട്ടൻ, അതുപോലെ മുജീബ് മജീദ്, ഇതൊക്കെ പുതിയ ആളുകളാട്ടോ മ്യൂസീഷ്യൻ ചെയ്തുള്ളത്. സൂരജ് എസ് എഡിറ്റിംഗ് നന്നായിരുന്നു. പിന്നെ പടത്തിലേക്ക് വരാം. പടം എന്ന് വെച്ച് പെർഫോമൻസുകളാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ഇതില് ആസിഫ് അലിയുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മൾ കുറച്ചു കാലമായിട്ട് കണ്ട്. തലവിന് ശേഷം വന്നുള്ള എല്ലാ പടങ്ങളും ഡിഫറെന്റ് ജോണറിൽ ചെയ്യുന്ന പടങ്ങള് അടിപൊളിയായിട്ടാണ് അത് ചെയ്യുന്നത്. ക്യാരക്ടർ മാറ്റി പിടിക്കുന്നുണ്ട്. പഴയ ആസിഫ് അലി അല്ല, ഓരോ പോലീസ് ചെയ്തു, പിന്നെ ഡിഫറെന്റ് ചെയ്തു. ലാസ്റ്റ് വന്ന പടം കുടിയനായിട്ട് അഡിയോസ് അമീഗോസ്, അതിന് മുമ്പ് വന്ന പടം ഒക്കെ വെറൈറ്റി ആയിട്ട് പിടിക്കും. ഇതിലും ആള് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. പിന്നെ അപർണയായിട്ടുള്ള ആ കോംബോ അടിപൊളിയാണ്. പിന്നെ വിജയരാഘവൻ ആള് ജീവിക്കായിരുന്നു. ആളെ കണക്ട് ചെയ്തിട്ടാണ് ഈ പടം. ആളൊരു റിട്ടയർഡ് മിലിറ്ററി അപ്പുപിള്ള. അയാള് നാട്ടില് ഒരു ഫോറസ്റ്റ് ഏരിയയില് സ്ഥലമൊക്കെ ആയിട്ട് അവിടെ ജീവിക്കുകയാണ്. സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അതാണ് പടം മുന്നോട്ട് പോകുന്നത്. അതാണ് ഒരു ചെറിയൊരു സംഭവമാണ്, പക്ഷെ അത് മെല്ലെ പടം തുടങ്ങി. പിന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ആ ട്രാക്കിലെത്തി. ആ സ്ലോ ബേസിൽ പോകുന്ന പടത്തിന് നമ്മൾ ആ ട്രാക്കിലെത്തി. അവസാനത്തെ ഒരു 20 മിനിറ്റ് അതൊരു ഒന്നൊന്നര സംഭവമാണ്. അത് ശരി കത്തിക്കേറാണ്. മെല്ലെ തുടങ്ങിയിട്ടൊരു കത്തിക്കേറാണ്. ഇതൊരു മിസ്റ്ററി, ഒരു വിഭാഗത്തിൽപ്പെടുന്നൊരു പടം. അത്യാവശ്യം നമ്മളിപ്പോ തന്മാത്രയല്ലേ, അതില് തന്മാത്രയിലൊരു സംഭവം ഉണ്ടല്ലോ, അൽഷിമേഴ്സ് എന്നുള്ള രോഗം. ഒരു മോഹൻലാൽ എന്നൊരു ക്യാരക്ടർ, രമേശൻ എന്നാണ് അതിന്റെ ക്യാരക്ടർ. ആൾക്കൊരു ലൈഫിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഈ രോഗം വന്നിട്ട് ഒന്നല്ലാതായി പോവാണ്. ആളെ ഓഫീസിൽ വേറെ സീനൊക്കെ ഉണ്ട്, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ ബാത്റൂമിൽ പോയിട്ട് വേറെ സീനൊക്കെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഉള്ള ആള് ഓർമ്മ ശക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈ പടത്തിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. പക്ഷെ ആൾക്കും വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അത് കുറെ ട്വിസ്റ്റുകളുണ്ട്. നമ്മളൊരാളെ എപ്പോഴും എന്താ പറയാ, ഒരാളെ മനസ്സിലാക്കുന്നതിലും അയാളെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതിലേക്ക് ഒരു സംഭവം ലാസ്റ്റ് അപർണാപുരയുടെ ആയിട്ടുള്ള ആ സീൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഡിഫറെന്റ് ക്യാരക്ടർ ലുക്ക് മാറ്റി പിടിച്ച് ചെയ്യുന്നത്. ജഗദീഷിന്റെ ക്യാരക്ടർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന കഥയാണ്. ഒരു കുരങ്ങന്റെ ഒരു സീനുണ്ട്. ആ കുരങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ മറ്റുള്ള കുരങ്ങന്മാരത് നോക്കുന്ന ഒരു സീനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ കണ്ടന്റ് ആവും. കാരണം പടത്തിലെ മെയിൻ സാധനം അതാ. കൊരങ്ങൻ അവന് കുറെ ഇങ്ങനെ മുകളിൽ നോക്കുന്ന സീൻ കണ്ടോ, അത് എടുത്തുള്ള അടക്കെ, അത് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ കണ്ടന്റ് ആണ്. ഈ പടത്തിലെ മെയിൻ സാധനം അതാണ്. അതിനെ കണക്ട് ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളാണ് പടം. അതൊരു രസമായിട്ടുണ്ട്. പിന്നെ 2 മണിക്കൂറേ പടമുള്ളൂ. നല്ല രീതിയിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചെറിയ ഫിലിമാണ്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ചിന്തിക്കണ്ട, പോയി ടിക്കറ്റ് എടുക്കാം. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോ അതെങ്ങനെ കണക്ട് ആവുന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി 2 പേർക്കും പടം ഇഷ്ടപ്പെട്ടു. അതെ. ഇതിപ്പോ എല്ലാവിധ ഒരു എന്റർടൈൻമെന്റ് മൂഡിലൊന്നും പോയിരുന്ന് കണ്ട പടമല്ല.
അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു പടമല്ല. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, പെർഫോമൻസുകളൊക്കെ നന്നായിട്ടുണ്ട്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എടുത്തു പറയണം. ടോട്ടലി ഒരു വൺ ടൈം തിയേറ്റർ വാച്ച് ചെയ്യാവുന്ന ഒരു മൂവി. കുറെ നല്ല കുറെ മൂവ്മെന്റ്സുകളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ കുറെ കൗണ്ടറുകളൊക്കെ വരുന്നുണ്ട് വിജയരാഘവന്റെ. പിന്നെ മോശമില്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചു പോയ സാധനം അത് കിട്ടി. കുറച്ച് സ്ലോ ബേസ്ഡ് പടമാണെന്നൊക്കെ അങ്ങനത്തെ സീൻസോ കാര്യങ്ങളോ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ശരിയാ ശരിയാ ശരി. ഒരു ചെറിയ കഥ, കറക്റ്റ് ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ് കണക്ട് ചെയ്തിട്ട്. ശരിക്കും രണ്ടാളും ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് ഈ പടത്തിൽ. എല്ലാവരും സീരിയസ് ക്യാരക്ടറാണ്. ഒരാള് പോലും തമാശക്ക് ഒരു കോമഡി പറയുന്നില്ല. അതായത് മെയിൻ കാര്യങ്ങൾ പറഞ്ഞു പോവുക. വിജയരാഘവനൊക്കെ അടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൗണ്ടർ സീരിയസ്ലി കണ്ട, തമാശയില് കൗണ്ടർ അടിക്കല്ലോ, അതൊക്കെ രക്ഷയില്ല. പോയി കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.